Halwa is one of the most sought-after delicacies of Calicut. In this Tyndis store, hear the stories of Calicut halwa makers. Halwa is made from maida by mixing it with water and taking out the milky juice. Explore the halwa making process in this Tyndis tour. എൻ്റെ പേര് ബഷീർ. അൻവർ എൻ്റെ സുഹൃത്ത്, അടുത്ത കമ്പനിക്കാരനാണ്. നൈസ് ഹൽവ. നമ്മൾ 32 വർഷമായി ഹൽവ മേഖലയിൽ. 8 തൊഴിലാളികളുണ്ട്. പിന്നെ നമ്മളൊരു 1000-1400 കിലോ ഡെയിലി സീസൺ സമയത്ത്, ശബരിമല സമയത്ത് പ്രൊഡക്ഷനുള്ളതാണ്. അത് 2 മാസം 3 മാസം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 800 കിലോ, ഒരു 600 കിലോ കണ്ടിട്ട് ഡെയിലി പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ്. ഇവിടെ കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം 32 യൂണിറ്റ് ഉണ്ട്. പിന്നെ മൈദ കുഴക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് വെള്ളം നമ്മൾ മെഷീനിലിട്ട് കുഴച്ചിട്ട് പക്ഷേ അതിൻ്റെ ശേഷമാണ് നമ്മളത് പാലാക്കി മാറ്റുന്നത്. പാലാക്കി മാറ്റി ഇതേമാതിരി ചണ്ടി നിങ്ങൾ കണ്ട ചണ്ടി ആകിയിട്ട് ആ വേസ്റ്റ് അവിടുന്ന് പുറത്തേക്ക് ഒഴിവാക്കുകയാണ്. ഇതിന് മൈദൻ്റെ വേസ്റ്റ് ഇതില്ലേ, അത് നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പാൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 90-100 കിലോ പൊടി കുഴക്കുന്നുണ്ട് ഡെയിലി. അപ്പോൾ അത് ഇതിൻ്റെ വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പാല് മാത്രം എടുക്കുന്നു. 12 വർഷമായിട്ട് ഈ വർക്ക് തന്നെയാണ്. ഹൽവപ്പണിൻ്റെ വർക്ക് 12 വർഷം. മാവ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടൈറ്റാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ബാക്കി ഇടാണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതാവണ വരെ വെയിറ്റ് ചെയ്യുക. ഒരു അരമണിക്കൂർ പിടിക്കും. മെഷീൻ പിന്നെ ഓണാക്കി കൊടുക്കണം. അത് കറങ്ങി ഇങ്ങനെ ഒരു അരമണിക്കൂർ കറങ്ങുമ്പോൾ പിന്നെ വേവ് നോക്കിയിട്ട് വേവായാൽ Halwa is made in large cauldrons with milk filtered from maida, poured in with sugar syrup, boiled, stirred and mixed properly until it gets the consistency. Food color is mixed as per the halwa color. In early days, only the black halwa was prepared. ചെമ്പറിഞ്ഞാൽ വേഗം ചട്ട എടുത്തേക്കുക, മറിക്കുക, കോരിയിടുക, വെളിച്ചെണ്ണ മുക്കുക, കോരിയിടുക, വേറെ ഈ ബോക്സിലാക്കാതെ അതേപോലെ ഫിനിഷിംഗ് ആക്കി കൊണ്ടാക്കുക. ഇല്ലെങ്കിൽ ചൂടാറിയാൽ പണി വയ്ക്കും, കട്ട് ചെയ്യിക്കും. അടുത്ത ജമ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് വേഗം പണി വയ്ക്കുക. അത്രേ ഉള്ളൂ. After the mixture attains consistency, the molten halwa mix is poured into a square-shaped or round-shaped vessel. It is allowed to cool and solidify. Blocks of halwa are then cut and sold to customers. In early days, the Arabs who reached the markets of Kozhikode for trade returned with boxes full of delicious halwa. കൊടുക്കുന്നത് എന്താ വെച്ചാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൊടുക്കുന്നുണ്ട്. ഒരത്ത മംഗലാപുരത്തേക്കും സാധനമുണ്ട്. കാസർഗോഡ് തിരുവനന്തപുരത്തേക്കുള്ള ഐറ്റം വേറെ തന്നെയാണ്. അവർക്ക് വേണ്ടത് ബ്ലാക്ക്, പിന്നെ ഗ്രീന്, യെല്ലോ, റെഡ് അങ്ങനത്തെ ഐറ്റമാണ്. മറ്റങ്ങോട്ട് മംഗലാപുരം ഭാഗത്തേക്ക് പോകണം ടെമ്പറായിട്ട് അലുവയുണ്ട്. കൂടുതൽ റെഡാണ് വേണ്ടത്. ഇതൊരു വെറൈറ്റി ആയിട്ട് അലുവയാണ്, മിക്സപ്പൂട്ട് അലുവ. ഇതിൽ പല കളറുകളുണ്ട്. യെല്ലോ, റെഡ്, ഗ്രീന്, ബ്ലാക്ക്. ഇത് കൂടുതൽ മൂവ് ചെയ്യുന്നത് മംഗലാപുരത്തേക്കും തിരുവനന്തപുരത്തേക്കാണ്.
Hear the engaging stories of Calicut Halwa. Book Tyndis Calicut Halwa Bazaar tour. In early days, Halwa Bazaar was lit up with wood fire, workers stirring all night. Though machinery has taken over, the sweet meat of Calicut is as delicious even today.